ഞാൻ വണങ്ങും ദൈവമൊരു ശിലയല്ല, ശില്പമല്ല, വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല. ഞാൻ വണങ്ങും ദൈവമൊരു ശിലയല്ല, ശില്പമല്ല, വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 33 സങ്കീർത്തനം അതിൻ്റെ 10 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. 33 സങ്കീർത്തനത്തിൻ്റെ 10 മുതലുള്ള വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇതിലെല്ലാം നമുക്ക് നമ്മുടെ സാക്ഷ്യത്തെ നമുക്കൊക്കെ ഒന്ന് പറയാനുള്ള അവസരവും കൂടിയല്ലേ. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നുവെന്ന്. ജാതികളായിരുന്നതായ കാലങ്ങളിൽ എന്ന് വെച്ചാൽ എൻ്റെ കർത്താവിനെ ആരാധിക്കുവാൻ എനിക്ക് ഇടയാകുന്ന മുമ്പ് എന്തെല്ലാം ആലോചന കേൾക്കുവാനായിട്ട് ഇടവന്നു എന്ന് വെച്ചാൽ, എൻ്റെ രോഗനിമിത്തവും പഴയകാല ഞങ്ങളുടെ വിശ്വാസം വെച്ച് നോക്കുമ്പോൾ ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാലത്ത് ഈ രോഗത്തിന് കാരണം എന്തായിരിക്കും, ഈ രോഗം ഒരു മരുന്നും കഴിച്ചിട്ട് മാറാത്തതിന് കാരണം എന്തായിരിക്കും എന്ന് കരുതി എൻ്റെ അച്ചാച്ചനും അമ്മച്ചിയും 12 വയസ്സ് മുതൽ കൊണ്ടുപോയി നടന്ന കാലങ്ങളെക്കൂടെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. പലയിടത്ത് ചെല്ലുമ്പോഴും പല ആലോചന പറയും. ആ ആലോചന കേട്ടിട്ട് അതിനുള്ള പ്രതിവിധി ചെയ്യും. പക്ഷെ ഒരു അനുഭവങ്ങളും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എനിക്കൊന്നിനെ താഴ്ത്തി പറയാനില്ല. എല്ലാത്തിൻ്റെതായ വിലയും നിലയൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ അനുഭവിച്ച സത്യത്തെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. അത് ഈ ആലോചന വ്യക്തമായിട്ട് എനിക്ക് വേണ്ടി പറഞ്ഞു തരാൻ മറ്റാരും ഉണ്ടാകാതിരുന്നതിന് ഒരു കാരണമുണ്ട്. എൻ്റെ കർത്താവിന് വേണ്ടി ഞാനും ഒരു നല്ല സാക്ഷ്യം പറയാൻ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞതുകൊണ്ട് എൻ്റെ കഷ്ടത വന്നത് എനിക്ക് ഗുണമായെന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അനുഭവമായിരുന്നു. പക്ഷെ പല ആലോചന കേട്ടു. ഒന്നും മനസ്സിലായി, ജാതികളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. അതെ, ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാനായിട്ട് ഇടയായ ദിവസത്തെ ഒന്നോർത്താൽ മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയും മരിച്ചാൽ മതിയായിരുന്നു എന്നെനിക്ക് എൻ്റെ വേണ്ടപ്പെട്ട എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തത് എനിക്ക് കേൾക്കാനായിട്ട് ഇടവന്നതായൊരു അനുഭവമുണ്ട്. കാരണം ഞാൻ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ അരികിൽ നിന്ന് എൻ്റെ അമ്മ പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞിൻ്റെ ജീവനെ ദൈവം അങ്ങെടുക്കണമേ, ഈ ഒരു അവസ്ഥ കാണാൻ കഴിയത്തില്ല. അങ്ങനെ എൻ്റെ അമ്മ ഉറക്കെ പ്രാർത്ഥിക്കുന്നതെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ച് വിട്ടൊരു അനുഭവം ഉണ്ടായിരുന്നു. തുറന്ന് ആരോടും പറയാൻ പറ്റാത്ത രോഗമായിരുന്നത് കൊണ്ട് എല്ലാവർക്കും തന്നെ അറിയത്തില്ല. എന്നാൽ എൻ്റെ അച്ഛൻ്റെ ആൾക്കാരും അമ്മയുടെ ആൾക്കാർക്കൊക്കെ അടുത്തറിയാവുന്നവർക്ക് മാത്രം അറിയാവുന്ന ഒരു അനുഭവം കൂടിയായിരുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നുവെന്ന ഈ വചനഭാഗം കേൾക്കുമ്പോൾ എൻ്റെ കർത്താവ് മരണക്കിടക്കിൽ നിന്ന് എന്നെ അത്ഭുതകരമായിട്ട് വിളിച്ച് വേർതിരിച്ച് ഞാൻ കിടക്കുന്ന മുറിക്കകത്ത് ആ ദിവ്യ പ്രകാശം കടന്നു വരികയും ആ പ്രകാശത്തിൽ നിന്ന് എൻ്റെ കർത്താവിൻ്റെ കരനീട്ടി എന്നെ തൊട്ട് സൗഖ്യമാക്കിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായൊരു ശുശ്രൂഷയ്ക്ക് ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ, ദൈവമക്കളെ, പാരമ്പര്യ ക്രിസ്ത്യാനി ആയിരുന്നില്ല ഞാൻ. കർത്താവ് എന്നെ തിരഞ്ഞെടുത്ത് എന്നെ ഒരു ശുശ്രൂഷയ്ക്ക് ഒരുക്കുമ്പോൾ മറ്റ് ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല. എൻ്റെ ഉള്ള അവസ്ഥയെ ഉള്ളതുപോലെ അറിഞ്ഞ കർത്താവ് എന്നെ തൊട്ട് സൗഖ്യമാക്കുകയും ആ ശബ്ദം എൻ്റെ കാതിൽ കേൾക്കുവാൻ ഇടവന്നപ്പോൾ എനിക്കൊരു വലിയ സത്യം മനസ്സിലാക്കാൻ പറ്റി. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, സത്യം. അതനുഭവിച്ചതോടെ 33 വർഷമായിട്ട് വിവിധ ഇടങ്ങളിൽ എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയുവാൻ ദൈവം സഹായിക്കുന്നു. അന്ന് മുതൽ കർത്താവ് എന്നെ അയച്ച ദേശത്തൊക്കെയും പോയി കർത്താവിന് വേണ്ടി സാക്ഷിയായി തീർന്നു. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ യഹോവയുടെ ആലോചന ശാശ്വതമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ കടന്നു വരുവാൻ ഇട വന്നപ്പോൾ ദൈവമക്കളെ, കർത്താവിൻ്റെ ആ വലിയ കരുണ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഒന്നും മനസ്സിലായത്, എൻ്റെ കർത്താവിന് വേണ്ടി എന്നെയും ഒരുക്കുകയായിരുന്നു എന്ന്. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. അതെ,
തലമുറകളെ തന്നും ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതെന്ന് പറയുമ്പോൾ അഭിമാനത്തോടു കൂടി നിറഞ്ഞ മനസ്സോടു കൂടി ദൈവത്തെ സ്തുതിക്കുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. ഈ ഭാഗ്യ പദവിയിലേക്ക് എത്തിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നേക്കാൾ അധികം അത്ഭുതമേറിയ സാക്ഷിയായി തീർന്ന മക്കളെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഭാഗ്യമുള്ളവരാണ്. നമ്മൾ അനുഭവിച്ച സത്യങ്ങളെ മൂടി വയ്ക്കാതെ പറയേണ്ട ഇടങ്ങളിൽ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവെ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, ഭയഭക്തിയോടുകൂടി കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ കർത്താവെ അത്ഭുതവും അതിശയമായി തെരഞ്ഞെടുത്തത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അതേ കർത്താവെ, യഹോവ ദൈവമായിരിക്കുന്ന ജാതി, എൻ്റെ കർത്താവെ അങ്ങ് തിരഞ്ഞെടുത്ത ജനം, ഈ ഭാഗ്യ പദവിയിലേക്ക് വരുവാൻ ഇടയാക്കിയ ദൈവത്തിന് സ്തോത്രം. തമ്പുരാനെ, അവിടുന്ന് നൽകിയ നന്മയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ല കർത്താവെ. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ അടിയങ്ങൾ ഒന്നിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന സകല ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ നടുവിലും കണ്ണുനീരിൻ്റെ നടുവിലും ഞെരുക്കങ്ങളുടെ നടുവിലും ഒറ്റപ്പെട്ടും ഭാരപ്പെട്ടും വേദന സഹിച്ചും ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ സമയത്ത് അധികം പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ യേശുവേ, ഈ കഷ്ടത, ഈ കണ്ണുനീര്, ഈ രോഗം, ഈ വേദന, ഇതെൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നന്മയ്ക്കായി എൻ്റെ ദൈവം ഒരുക്കിയതെന്ന് നിൻ്റെ മക്കൾക്കും സാക്ഷ്യം പറയുവാൻ സർവശക്തനായ ദൈവമായ കർത്താവ് സഹായിക്കണമേ. ഈ സങ്കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കണമേ. ഈ വേദനയിൽ നിന്ന് നിൻ്റെ മക്കളെ രക്ഷിക്കണമേ. മനസ്സ് തകർന്നിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ എന്തെന്ന് അനുഭവിച്ചുകൊണ്ട് സാക്ഷ്യം പറയുവാൻ എൻ്റെ മക്കളെയും അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയും അങ്ങെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.